ബംഗാളിൽ ഇഡിക്ക് നേരെ വീണ്ടും ആക്രമണം. ബൻഗാവ് മുനിസിപ്പാലിറ്റി ചെയർമാന്റെ അറസ്റ്റിന് പിന്നാലെയാണ് ഉദ്യോഗസ്ഥർക്ക് നേരെ കല്ലേറുണ്ടായത്. ആക്രമികൾക്ക് നേരെ CRPF ലാത്തി വീശി. വിശദാംശം പ്രസാദ് കാളിദാസ് നൽകും. കാളിദാസ്, എപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത്? ഏത് വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു ആക്രമണം ഇഡിക്ക് നേരെ ഉണ്ടാവാൻ കാരണമുണ്ടായത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ബംഗാളിൽ ഇഡിക്ക് നേരെ വീണ്ടും ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ബൻഗാവ് മുനിസിപ്പാലിറ്റി ചെയർമാന്റെ അറസ്റ്റിന് പിന്നാലെയാണ് ഉദ്യോഗസ്ഥർക്ക് നേരെ കല്ലേറുണ്ടായത്. ആക്രമികൾക്ക് നേരെ CRPF ലാത്തി വീശി. എന്നാൽ ഒരു കൂട്ടം ചേർന്നുള്ള ആക്രമണമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ വിവരങ്ങളുമായി കാളിദാസ് ചേർന്നു. കാളിദാസ്, എന്തൊക്കെയാണ് ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ? എപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത്? എന്തൊക്കെയാണ് കൂടുതൽ നൽകാൻ പറ്റുന്ന വിവരങ്ങൾ? ഹരിത, ആകെ കലാപപരമായി തീരാൻ പോവുകയാണ് ബംഗാൾ എന്നതിലേക്കാണ് ഇപ്പോൾ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. കാരണം ഇപ്പോൾ ആകെ ഒരു കലാപമയമായിരിക്കുകയാണ് ബംഗാൾ. കാരണം ഇന്നലെ നമ്മൾ അറിഞ്ഞിരുന്നു ഇഡിക്ക് നേരെയുണ്ടായ ആക്രമണത്തെക്കുറിച്ച്. ഇന്ന് രാവിലെയാണ് ബൻഗാവ് മുനിസിപ്പാലിറ്റി മുൻ ചെയർമാൻ ശങ്കർ ആദ്യയെ റെയ്ഡിന് ശേഷം ED അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിന് ശേഷം ED ശങ്കർ ആദ്യയെ കൊണ്ടുപോകുന്നതിൻ്റെ ഇടയ്ക്കാണ് വീണ്ടും ഇഡിക്ക് നേരെ ആക്രമണം ഉണ്ടായത്. ഒരു തരത്തിലൊരു കല്ലേറാണ് അവിടെ ഉണ്ടായത്. അത്യാവശ്യം നല്ല രീതിയിൽ ജനക്കൂട്ടം ഉണ്ടായിരുന്നു അവിടെ. അതിൻ്റെ കൂടെ തന്നെ തൃണമൂൽ അനുയായികളും ഉണ്ടായിരുന്നു. അവരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് എന്നതാണ് നമ്മളേക്കുള്ള വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഉണ്ടായി അറസ്റ്റ് എന്ന് പറയുന്നത് മുൻപേ തന്നെ ഏറെ നാളായി നടന്നു വരുന്ന റേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള റെയ്ഡിന് ശേഷമുള്ള അറസ്റ്റാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ നമ്മൾ അറിഞ്ഞിരുന്നു 3 പേരെയാണ് 3 ED ഉദ്യോഗസ്ഥരെയാണ് പരിക്കേറ്റ് ആശുപത്രിയിലാക്കിയത്. അതിനുശേഷം ഇന്നലെ വൈകുന്നേരത്തോടു കൂടി വെസ്റ്റ് ബംഗാൾ ഗവർണർ ആനന്ദ് ബോസ് ഈ പരിക്ക് പറ്റിയ 3 ഉദ്യോഗസ്ഥരെയും നേരിട്ട് പോയി കണ്ടിരുന്നു. കൃത്യമായി ബംഗാൾ DGPയെയും അതേപോലെ തന്നെ ചീഫ് സെക്രട്ടറിയെയും വിളിച്ച് വേണ്ട നടപടികൾ കൈക്കൊള്ളാൻ നിർദ്ദേശവും കൊടുത്തിരുന്നു. പിന്നീടാണ് ഈ ഒരു അറസ്റ്റും ഈ ഒരു റെയ്ഡും അതിനുശേഷമുള്ള അറസ്റ്റും പിന്നെയുള്ള ഈ ഒരു കല്ലേറും ഉണ്ടായിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ആ ഒരു സർക്കാർ ഇനി അവിടെ ആ ഒരു കലാപത്തെ പിടിച്ചു നിർത്താൻ പോകുന്നതെന്ന് അറിയില്ല. പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് കടുത്ത വിമർശനങ്ങൾ വരുന്നുണ്ട്. മുഖ്യമന്ത്രി മമതാ ബാനർജി രാജിവെക്കണം എന്നുവരെ ഉള്ള തരത്തിലാണ് വിമർശനങ്ങൾ വരുന്നത്. എന്തായാലും ഗവർണർ ഇന്നലെ പറഞ്ഞിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു കലാപമാണ്, ഇപ്പോൾ ഇവിടെ ഒരു കലാപത്തിന് കോപ്പ് കൂട്ടുകയാണ് എന്നുള്ള തരത്തിലാണ് വെസ്റ്റ് ബംഗാൾ ഗവർണർ ഇന്നലെ പറഞ്ഞത്. ഹരിത, കാളിദാസ്, ഈ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച പ്രതികളെ പറ്റി ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? അതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അറിയാൻ സാധിക്കുമോ? ഹരിത, ഇതുവരെ പ്രതികളെക്കുറിച്ച് ഇതുവരെ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. എന്തായാലും അന്വേഷണം നടക്കുന്നുണ്ട്. കാരണം ഗവർണർ ആനന്ദ് ബോസ് കൃത്യമായി ചീഫ് സെക്രട്ടറിയെയും DGPയെയും വിളിച്ച് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്നാലും നോക്കി കൃത്യമായി തൃണമൂൽ അനുയായികളാണ് ഇതിന് പിന്നിൽ. അതേപോലെ തന്നെ BJP പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് പറയുന്നത് ഈ ഒരു കൂട്ടത്തിനിടയിൽ രോഹിംഗ്യരും കടന്നുകൂടിയിട്ടുണ്ട്. രോഹിംഗ്യരുടെ കൂട്ടമാണ് ഈ ആക്രമണത്തിന് തുടക്കമിട്ടിരിക്കുന്നത് എന്നുകൂടി തരത്തിലുള്ളൊരു വിമർശനം ബംഗാൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് ഇനി ഇതിനെ സർക്കാർ കാണുന്നത്? അതേപോലെ തന്നെ തൃണമൂൽ അനുയായികൾ അല്ലെങ്കിൽ തൃണമൂൽ പറയുന്നത് ഈ റെയ്ഡിൻ്റെ കാരണമെല്ലാം കേന്ദ്രത്തിൽ നിന്നുള്ള നിർബന്ധം കാരണമാണ് ഇത്തരത്തിലൊരു റെയ്ഡ് തന്നെ. ഈ റെയ്ഡ് എന്ന് പറയുന്നത് നിയമവിരുദ്ധം എന്ന തരത്തിലാണ് തൃണമൂൽ പറയുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് അവരാണോ കലാപത്തിലേക്ക് വന്നത് എന്നല്ല ഇതിൻ്റെ ഒരു കൃത്യമായ വിവരം പറയുന്നത്. പക്ഷേ ഇതിൽ തൃണമൂൽ അനുയായികൾ ഉണ്ട് എന്ന് ഒരു നമുക്ക് കിട്ടിയ വൃത്തങ്ങൾ പറയുന്നുണ്ട്. ഹരിത, ശരി. ബംഗാളിൽ ഇഡിക്ക് നേരെ വീണ്ടും ആക്രമണം. ബൻഗാവ് മുനിസിപ്പാലിറ്റി ചെയർമാന്റെ അറസ്റ്റിന് പിന്നാലെയാണ് ഉദ്യോഗസ്ഥർക്ക് നേരെ കല്ലേറുണ്ടായത്. ആക്രമികൾക്ക് നേരെ CRPF ലാത്തി വീശി. വിവരങ്ങൾ നൽകുകയായിരുന്നു കാളിദാസ്.